അവർ പറഞ്ഞത്, ഞങ്ങൾ ഈ പ്രദേശത്ത് ഒന്നിച്ച് ജീവിക്കുന്നവരാണ്. ദുരന്തമുണ്ടായതിൻ്റെ ഭാഗമായി ഇനി ഇവിടെ ഞങ്ങൾക്ക് വീട് വെക്കാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകണം. ഞങ്ങൾക്ക് ഒന്നിച്ചൊരിടത്ത് താമസിക്കാം, ഒരു പ്രദേശത്ത് താമസിക്കാൻ സൗകര്യമൊരുക്കണം. കാരണം ഗവൺമെൻറ് പുനരധിവാസത്തിന് സഹായം നൽകി ആ പണം സ്വീകരിച്ച് പലയിടങ്ങളിലായിട്ടാണ് വീട് വെക്കുന്നത്. അതിന് പകരം ഒരിടത്ത്, ഒരു പ്രദേശത്ത് ഞങ്ങൾക്കെല്ലാം ഒന്നിച്ച് കഴിയാൻ പറ്റണം. ഇതായിരുന്നു അവരുടെ ആവശ്യം. സർക്കാർ അതിന് അനുകൂലമായി പ്രതികരിച്ചു. അതിൻ്റെ ഭാഗമായി ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കുമെന്ന് പറഞ്ഞു. ആ ടൗൺഷിപ്പ് നിർമ്മാണം പരസ്യമായി പ്രഖ്യാപിച്ചു. അതുമായി ബന്ധപ്പെട്ട് സഹായങ്ങളുടേതായ ഓഫർ പലതരത്തിൽ വന്നു. ചില ഓഫറുകൾ യാഥാർത്ഥ്യമായി, ചില ഓഫറുകൾ യാഥാർത്ഥ്യമായില്ല. നല്ല രീതിയിൽ ഓഫർ യാഥാർത്ഥ്യമാക്കിയ സംഘടനയാണ് DYFI. 100 വീടാണ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ പണം അവർ നൽകിയത്. LDFിൻ്റെ ഭാഗമായുള്ള മറ്റ് ഭോജന സംഘടനകളും AIYF പോലുള്ളത് ആകാവുന്ന സഹായം ഇക്കാര്യത്തിൽ ചെയ്തു. എന്നാൽ പ്രഖ്യാപിച്ച ടെൻഡർ പിന്നോട്ട് പോയി. ഇതുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും വിശ്വാസത്തിലെടുത്ത് ചർച്ച ചെയ്താണ് കാര്യങ്ങൾ നീക്കിയിരുന്നത്. നിലപാടുകൾ യോജിച്ചായിരുന്നു സ്വീകരിച്ചിരുന്നത്. അതിൽ കണ്ട ഒരു കാര്യം, ടൗൺഷിപ്പിലുള്ള വീടുകൾ നിർമ്മിക്കല്, വീട് ഞങ്ങൾ നിർമ്മിച്ചു തരാമെന്നുള്ള ഓഫറുകൾ വരുന്നു. അവർ വീട് നിർമ്മിച്ച് നൽകേണ്ട, പണം തന്നാൽ മതി. കാരണം വീടുകൾ ഒരേ തരത്തിൽ നിർമ്മിക്കണം, അതിനൊരു വ്യത്യസ്തത ഉണ്ടാക്കണ്ട, ആവശ്യമായ പണം സർക്കാരിനെ ഏൽപ്പിക്കുക. ഇതൊക്കെ എല്ലാവരും യോജിച്ചു കൊണ്ടെടുത്ത നിലപാടായിരുന്നു. പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആദ്യം അതിൽ നിന്ന് പിന്മാറി. എന്തിനാണ് പിന്മാറിയെന്ന് ആർക്കും അറിയില്ല. അവർ പ്രത്യേക സ്ഥലമെടുത്ത് പ്രത്യേകം ചില കുടുംബങ്ങളെ താമസിപ്പിക്കുമെന്നാണ് നിലപാടെടുത്തത്. കുറച്ച് കഴിഞ്ഞപ്പോൾ കോൺഗ്രസും അതേ നിലപാടെടുത്തു. കോൺഗ്രസിന്റെ നിലപാട്, ലീഗ് നിലപാടെടുത്തതിനെ കുറിച്ച് എന്താണ് അങ്ങനെ ഒരു നിലപാട് വരുന്നത് എന്ന് ഞങ്ങൾ സംസാരിച്ചതിന് ശേഷമാണ് അത്തരമൊരു നിലപാടിലേക്ക് പോകുന്നത്. പക്ഷേ ഞങ്ങൾ തുടക്കത്തിലെ തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇവരെല്ലാം അടക്കം ഇരുന്നു കൊണ്ട് പറഞ്ഞിരുന്നു, അതായത് ഈ ഓഫറുകൾ നൽകൽ എളുപ്പമാണല്ല, നൽകുന്ന ഓഫറെല്ലാം യാഥാർത്ഥ്യമാക്കണമെന്നില്ലാതെ. അപ്പോൾ ഏതെങ്കിലും കൂട്ടർ ഓഫർ യാഥാർത്ഥ്യമാക്കുന്നില്ല എന്ന് വിചാരിക്കുക, ആ വീട് നിർമ്മിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ സർക്കാർ ഒരു കാര്യം വ്യക്തമാക്കി, പണം തന്നാലും തന്നില്ലെങ്കിൽ ഈ പറയുന്നവർക്കുള്ള വീടുകൾ നിർമ്മിക്കാനുള്ള ചുമതല സർക്കാരിൻ്റെതാണ്. ആ ചുമതല സർക്കാർ നിറവേറ്റും. അതാദ്യമേ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ പിൻവാങ്ങിയെങ്കിലും അതിൻ്റെ നടപടികൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയി. നമ്മുടെ വയനാടിൻ്റെ പ്രത്യേക കാലാവസ്ഥ, മഴക്കാലം നീണ്ടത്, അതെല്ലാം ഉണ്ടാക്കി ഒരുപാട് പ്രതിസന്ധികളുണ്ട്. എന്നാൽ ഇപ്പോഴാ പദ്ധതി ആകെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം പുനരധിവസിപ്പിക്കേണ്ട കുടുംബങ്ങളുടെ എണ്ണത്തിലും വ്യക്തത വന്നിട്ടുണ്ട്. 178 കുടുംബങ്ങൾ ഇതിൻ്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ പുനരധിവസിപ്പിക്കേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് അവർ ഉയർത്തിയ ചില അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായം കൂടി സർക്കാർ അംഗീകരിക്കുകയാണ്. അത് അംഗീകരിച്ചുകൊണ്ടുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിക്കുക. ഏതായാലും ഇനി അധികം താമസിപ്പിക്കേണ്ട എന്നാണ് കാണുന്നത്. ഈ മാസം 25, ഫെബ്രുവരി 25, ആ 25-നാണ് കൽപ്പറ്റ ആ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിനെ സാക്ഷി നിർത്തി ഈ കുടുംബങ്ങൾക്കാകെയുള്ള അർഹതപ്പെട്ട രേഖ നൽകുന്ന നില സ്വീകരിക്കാൻ പോവുകയാണ്. ഇത് നമ്മെ സഹായിക്കാത്ത എല്ലാവർക്കുമുള്ള ഒരു മറുപടിയായി ഫെബ്രുവരി 25 മാറുമെന്നുകൂടിയാണ് പ്രതീക്ഷിക്കുന്നത്.